ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലക്കൽ ഹംദു യാ റബ്ബി യാ അല്ലാഹ് വസല്ലല്ലാഹു വസല്ലിം വബാരിക അലാ റസൂലിക സയ്യിദിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. 2026 ഓഗസ്റ്റ് 3 തീയതി തിങ്കളാഴ്ച രാവിലെ ഈ ചിന്ത ഉണരുമ്പോൾ സൂഫി ആശ്രമസ്ഥാനത്ത് ജലപ്രളയം, മഴയുടെ ആധിക്യം, അതിൻ്റെ സന്തോഷം. ഇപ്പോൾ പറമ്പും പുഴയും കിണറും കുളവും റോഡും ഒരേ നിരപ്പിലായിരിക്കുന്നു. വാട്ടർ ലെവൽ എന്ന ഒരു വലിയ സംഭവമുണ്ട്. വാട്ടർ ലെവൽ, ആ ഒരു നിരപ്പ് നമ്മെ പല ആശയങ്ങളും പഠിപ്പിക്കുന്നതാണ്. അൽ ഖുദ്റത്തുൽ ഇലാഹിയ, ഈശ്വരീയമായ സാന്നിധ്യം, ആ ഖുദ്റത്തിനെ മനസ്സിലാക്കുന്ന രൂപം വിശ്വാസികൾക്ക്, ഉയർന്ന ചിന്തയുള്ളവർക്ക് ഒരു ഉദാഹരണം പഠിപ്പിക്കുകയാണ്. നമ്മുടെ ഗുരുനാഥർ നമുക്ക് പകർന്നു തന്ന മനോഹരമായ ഒരു ആവിഷ്കാരം. നമ്മിൽ ചില വിശ്വാസികൾക്ക് മക്കയിൽ പോയെങ്കിലേ അള്ളാഹുവിനെ ലഭിക്കൂ എന്നാണ് ചിന്ത. ചിലർക്ക് മദീനയിലെത്തിയാലാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലഭിക്കുക എന്നാണ് വിചാരം. എന്നാൽ ഇത്തരം ആധ്യാത്മിക സത്യങ്ങൾ, പൊരുളുകൾ, ഈശ്വരീയമായ സ്വാധീനം, അതിൻ്റെ നിറവ് കൽബിലേക്കാണ് ലഭിക്കേണ്ടത്. അത് ഒരു ഭൗതിക പദാർത്ഥത്തെ പോലെ, മെറ്റീരിയലായ ഒരു സംഭവത്തെ പോലെയല്ല കാണേണ്ടത്. പല ഭക്തവിശ്വാസികൾക്കും പള്ളി തുറന്നു വെച്ചാൽ അള്ളാഹു റെഡി. ഇശാവും നമസ്കാരവും കഴിഞ്ഞ് പള്ളിയുടെ കവാടങ്ങൾ മുക്കരി വന്ന് കൊട്ടിയടക്കുന്നതോടുകൂടി ഇനി അള്ളാഹുവിനോട് ബന്ധങ്ങളൊന്നുമില്ല. ഇനി അള്ളാഹുവിനെ ലഭിക്കണമെങ്കിൽ സുബഹിയോടടുത്ത് പള്ളിയുടെ വാതിൽ തുറക്കണം. അതുവരെ ശൂന്യതയാണ്. അള്ളാഹു ഇല്ല, മനസ്സിലില്ല, വിചാരത്തിലില്ല, ബോധമണ്ഡലത്തിലുമില്ല. പള്ളികൾ തുറന്നു വയ്ക്കുമ്പോൾ മാത്രം അള്ളാഹുവിനെ കാണുകയും പ്രാർത്ഥന സജീവമാവുകയും ചെയ്യുന്ന ഒരവസ്ഥ. അത് ഇസ്ലാമികമായ ലെവലിൽ ചില ഭക്തരുടെ സ്വഭാവമാണ്, നല്ലത്. എന്നാൽ ഈശ്വരീയ സാന്നിധ്യം എന്നത് നിറവാർന്ന ഒരവസ്ഥയിലേക്ക് എത്തുമ്പോൾ എല്ലാം ഇരുന്നേടത്ത് തന്നെ അനുഭവിക്കുന്ന, ആസ്വദിക്കുന്ന, പ്രാപിക്കുന്ന ഒരവസ്ഥയുണ്ട്. അല്ലാഹ് റബ്ബുൽ ആലമീൻ. അത് കേവല ഭൗതികമായ ദൃഷ്ടി കൊണ്ടല്ലല്ലോ, ബുദ്ധി കൊണ്ടുമല്ല. അത് ആത്മതലത്തിലുള്ള പ്രയാണമാണ്. അത് സാക്ഷാത്കാരത്തിൽ എത്തുമ്പോഴാണ് അള്ളാഹുവിനെ ലഭിക്കുക. ഫഫിറൂ ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് ഓടി അടുക്കുക എന്ന ഒരു പ്രയോഗമുണ്ട് ഖുർആനിൽ. ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി എന്ന മറ്റൊരു പ്രയോഗമുണ്ട്. ഞാൻ എൻ്റെ നാഥങ്കലേക്ക്, റബ്ബിലേക്ക് പോവുകയാണ് എന്ന്. വജാഅ റബ്ബുക വൽ മലക്കു സഫൻ സഫ, മറ്റൊരു പ്രയോഗമുണ്ട് ഖുർആനിൽ. അങ്ങയുടെ റബ്ബ് വന്നു. ഗുരുനാഥരോട് വജാഅ റബ്ബുക വൽ മലക്കു സഫൻ സഫ എന്ന് ചോദിച്ചു. സംശയം. മലക്കുകൾ സഫൻ സഫായി നിൽക്കുന്ന അവസ്ഥയെക്കുറിച്ചാണ് അന്വേഷകന് അപ്പോൾ അറിയേണ്ടത്. ഗുരുനാഥൻ്റെ മറുമൊഴി ഇങ്ങനെയായിരുന്നു: നിനക്ക് വൽ മലക്കു സഫൻ സഫ എന്നിടത്താണോ സംശയം? സംശയിക്കേണ്ടത് അവിടെയല്ല. വജാഅ റബ്ബുക, നിന്റെ റബ്ബ് വന്നു. വരാൻ റബ്ബ് എവിടെയായിരുന്നു പോയത്? വജാഅ റബ്ബുക, താങ്കളുടെ റബ്ബ് വന്നു കഴിഞ്ഞു. ഈ വന്നും പോയും കൊണ്ടിരിക്കുന്നവനാണോ സർവേശ്വരനായ റബ്ബ്? വജാഅ റബ്ബുക. അപ്പോഴതുവരെ അള്ളാഹു വേറെ ഒരു സ്ഥലത്തായിരുന്നോ? ഇപ്പോഴല്ലാഹു തആല വിധി നടത്താൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണോ? ഇവിടെയല്ലേ മോനെ നിനക്ക് സംശയം ഉണർത്തേണ്ടത്. വജാഅ റബ്ബുക വൽ മലക്കു സഫൻ സഫ. അപ്പോൾ
റബ്ബായ അള്ളാഹുവിൻ്റെ വരവ്, ആഗമം, സാന്നിധ്യം അത് എങ്ങനെയാണ്, എപ്പോഴാണ് ഉണ്ടാവുക എന്ന് തിരിച്ചറിയുമ്പോൾ വൽ മലക്കു സഫൻ സഫ വജീഅ യൗമഇദിൻ ബിജഹന്നമ എല്ലാം മനസ്സിലാവും. അപ്പോൾ സർവേശ്വരൻ എന്ന ആ പരമാർത്ഥ സത്യത്തെ ഒരിടത്തിൽ തളച്ചിടുകയും ഒരു കേന്ദ്രത്തിൽ, പള്ളിയിൽ, ചർച്ചിൽ, അമ്പലത്തിൽ എന്ന രീതിയിലേക്ക് മാത്രം കാണുകയും അള്ളാഹു അവിടെയുണ്ട്, അള്ളാഹു ഇവിടെയില്ല, അള്ളാഹു അവൻ്റെ കൂടെയുണ്ട്, അള്ളാഹു ഇവൻ്റെ കൂടെയില്ല എന്ന ഈ പരിമിതപ്പെടുത്തൽ എന്ന സങ്കുചിതത്വം സർവേശ്വരനായ അള്ളാഹുവിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ശരിയാണോ? അത് വസ്തുതയാണോ? ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഗുരുനാഥൻ്റെ ഒരാവിഷ്കാരം മനോഹരമാണ്. ഞങ്ങൾ സൂഫി ആശ്രമ സ്ഥലത്ത് കെട്ടിടത്തിൻ്റെ ഒരു 100 മീറ്റർ മാറിയാണ് കിണറുള്ളത്. ശുദ്ധജലം ആവശ്യമാകുമ്പോൾ കിണർ വരെ പോകണം. അവിടെ നിന്ന് ബക്കറ്റെടുത്ത് കോരിയെടുക്കണം വെള്ളം. എന്നിട്ടത് ഗ്ലാസ്സിലോ പാത്രത്തിലോ ആക്കി നമ്മളിരിക്കുന്ന റൂമിനകത്തേക്ക് കൊണ്ടുവന്ന് നമുക്ക് കുടിക്കാം. ഇപ്പോൾ ശുദ്ധജലം കിണറിലാണ്. കിണറിലെ വെള്ളമുള്ളത് താഴെയാണ്. അത് പ്രാപിക്കണമെങ്കിൽ നമ്മൾ അതുവരെ അങ്ങോട്ട് പോകണം. ഉപകരണം കൊണ്ട് വെള്ളം കോരിയെടുത്ത് ഗ്ലാസ്സിലാക്കി നമ്മളിരിക്കുന്ന റൂമിലേക്ക് കൊണ്ടുവരണം. ഇത് കിണറിലെ വെള്ളം എന്ന് പറഞ്ഞ് നമുക്ക് കുടിക്കാം, എല്ലാവർക്കും അറിയാം. എന്നാൽ ഈ ശുദ്ധജലം നമ്മുടെ അടുത്തേക്ക് ഇങ്ങോട്ട് കയറി വരുന്ന അവസ്ഥയുണ്ട്. അതെ, പുഴയുടെ നിരപ്പ് വളരെ താഴെയായി ഒഴുകുമ്പോൾ കിണറിലെ വെള്ളത്തിൻ്റെ നിരപ്പും താഴെയായിരിക്കും. എന്നാൽ മഴ പെയ്തു, ഘോരമായ മഴ, അനുഗ്രഹീതമായ മഴ, വെള്ളം നിരപ്പുയർന്നു, പുഴ നിറഞ്ഞു കവിഞ്ഞു, പുഴയെ വെള്ളം കൊണ്ട് പൊതിഞ്ഞു, പറമ്പും വെള്ളത്തിലെത്തി, മുറ്റവും വെള്ളം കൊണ്ട് നിറഞ്ഞു. നമ്മുടെ പ്രിയപ്പെട്ട കിണർ വെള്ളത്തിൻ്റെ താഴെയായി. ഇപ്പോൾ കിണറിലെ വെള്ളത്തിൻ്റെ നിരപ്പ് നമ്മുടെ വീട്ടുമുറ്റത്തേക്കെത്തിയിരിക്കുന്നു. ഇനി റൂമിൽ നിന്ന് കിണറിലെ വെള്ളം കുടിക്കണം. എന്താ മാർഗം? നേരത്തെ ചെയ്തതുപോലെ കിണറുള്ള സ്ഥലം വരെ നടന്ന് നീങ്ങി ബക്കറ്റ് കൊണ്ട് വെള്ളം മുക്കിക്കോരിയെടുത്ത് അത് കുടിക്കണോ? വേണ്ട. ഇപ്പോഴ് 100-200 മീറ്റർ ദൂരത്ത് നമ്മളിരിക്കുന്ന റൂമിലേക്ക് വെള്ളം കയറിയിരിക്കുന്നു. സ്വന്തം കാലിൻ്റെ അടുത്തുള്ള ഈ വെള്ളത്തിൽ നിന്ന് ഒരു ഗ്ലാസ് കോരിയെടുത്താൽ അത് ആ കിണറിലുള്ള വെള്ളമല്ലാത്ത മറ്റൊന്നല്ല. ആ കിണറിലെ വെള്ളവും പറമ്പിലെ വെള്ളവും പുഴയിലെ വെള്ളവും സമുദ്രത്തിലെ വെള്ളവും നമ്മുടെ പ്രിയപ്പെട്ട ആശ്രമമുറ്റത്തുള്ള കിണറിലെ വെള്ളവും ഒന്നായി തീർന്നിരിക്കുകയാണ്. നിറവാർന്ന അവസ്ഥയിലെത്തുമ്പോൾ ഇതാണ് ശരിയായ വസ്തുത. മക്കയിലോ മദീനയിലോ ദർഗയിലോ പള്ളിയിലോ മാത്രമല്ല ഇത്. അള്ളാഹു എന്ന ആ സാന്നിധ്യം അത് ചിലർ നാവുകൊണ്ട് മാത്രം അഭ്യസിക്കും, മറ്റ് ചിലർ ബുദ്ധി കൊണ്ട് ദർശനമായി ചിന്തയായി പ്രഖ്യാപിക്കും, മറ്റ് ചിലർ പ്രണയമായി സ്നേഹമായി കൽബുകൊണ്ട് ഹൃദയം കൊണ്ട് വരിക്കും. ആ ഹൃദയത്തിലെ ജഗതീശ്വരനായ അള്ളാഹുവിൻ്റെ വർണ്ണനകൾ കൽബ് ഹർഷപുളകിതമായി പറയുന്ന ഒരവസ്ഥ. എന്നാൽ ഇനിയും ഉയർന്നാൽ ആത്മതലത്തിൽ റൂഹിയായി അള്ളാഹുവിനെ ലഭിക്കുന്ന അവസ്ഥ. ഫഇല്ലം തകുൻ ഫഇന്നഹു യറാക് അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ്. ഇസ്ലാമിക മർത്തബയും ഈമാനിക മർത്തബയും ഇഹ്സാനിൻ്റെ അത്യുന്നതമായ വിധാനവും. ഇഹ്സാനിലെത്തുമ്പോൾ അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ്, നീ എവിടെയായാലും അള്ളാഹു നിന്നെ ഇങ്ങോട്ട് കാണുന്നുണ്ട്. എന്നാൽ നീ അള്ളാഹുവിനെ കാണും പ്രകാരം അവനെ അറിയുക, ആരാധിക്കുക. അങ്ങനെ ഉയരണം. ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. പൊതുവായന അതാണ്, ശരിയാണ്.
നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ കാണുന്നുണ്ടല്ലോ എന്ന ആ ഒഴുക്കൻ പരിഭാഷ ശരിയാണ്. എന്നാൽ വ്യാകരണപരമായൊന്നും തെറ്റല്ല, അതൊന്നും വെറുതെ ആരും പറഞ്ഞു കളയണ്ട. ഫഇല്ലം തകുൻ, നീ ഇല്ലാതെയാവുക, ഞാൻ എന്ന ഭാവം വെടിയുക, അഹം ബോധം ഭാവം ഇല്ലാതെയാവുക. ഫഇല്ലം തകുൻ, നിനക്ക് അസ്തിത്വമില്ല. ലാ മൗജൂദ ഇല്ലല്ലാഹ്, അള്ളാഹുവിന് മാത്രമേ ശരിക്കും വുജൂദ് ഉണ്മ ഉള്ളൂ, അസ്തിത്വം ഉള്ളൂ. ലാ മൗജൂദ ഇല്ലല്ലാഹ്. ഈ ഒരു പരമാർത്ഥ പൊരുളിനെ പ്രാപിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഞാൻ എന്ന ഭാവമില്ല. ഞാനും എൻ്റെ പരിസരവും ഈ ഭൂമിയും ഈ ഗോളങ്ങളും ഈ ഗാലക്സികളുമെല്ലാം അള്ളാഹുവിൻ്റെ ഖുദ്റത്തിൻ്റെ മൽഹറുകൾ മാത്രമാണ്. ആ മൽഹറിൻ്റെ ദർപ്പണത്തിൻ്റെ പ്രകടനത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ അമൂല്യമായ അത്യുന്നതമായ വിധാനമാണ് മൽഹറുൽ ഹഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നൂറു സമാവാതി വൽ അർളി, അതങ്ങനെയാണ്. എന്നാൽ മസലു നൂരിഹി, ആ നൂറിൻ്റെ മസല് ദർപ്പണം, കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹുൻ. അൽ ഖുദ്റത്തുൽ ഇലാഹിയയുടെ ഈശ്വരീയ ഖുദ്റത്തിൻ്റെ സർവവ്യാപ്തി എന്ന ആശയം മനസ്സിലാക്കാൻ ഇതുപോലെ ഒരു ഉദാഹരണം വേറെ ഞാൻ കേട്ടിട്ടില്ല. കിണറിലെ വെള്ളവും റൂമിലെ വെള്ളവും ഒന്നായിത്തീരുന്ന അവസ്ഥ, അത് ഇപ്പോൾ അനുഭവത്തിലൂടെ ഈ പ്രളയ സന്ദർഭത്തിൽ നമുക്ക് മനസ്സിലാവുകയാണ്. ഇനി ഒന്നുകൂടി ആഴത്തിൽ ആലോചിച്ചാലോ? കഴിഞ്ഞ ആഴ്ച ഒരു ചെറിയ കടലാസു തോണി മനോഹരമായി ആവിഷ്കരിച്ചു. അത് കിറാമിൻ്റെ മുറ്റത്തെ കിണറിൽ കൊണ്ടുപോയി എറിഞ്ഞിരുന്നു. അത് വെള്ളത്തിൽ പൊങ്ങി നിന്നു. ജലനിരപ്പ് കൂടിയപ്പോൾ കിണറിലെ വെള്ളം ഉയർന്നുയർന്നു വന്നു. പുഴയിലെ വെള്ളവും കൂടെ മുറ്റത്തേക്ക് വന്നു. മുറ്റം കിറാമിൻ്റെ കിണറിനെ പൂർണ്ണമായി ആവാഹിച്ചു. ഇപ്പോൾ മുറ്റമൊന്ന് വേറെയില്ല, പുഴയൊന്ന് വേറെയില്ല, കിണറൊന്ന് വേറെയില്ല. ഈ മുറ്റത്ത് വെച്ച് ദീർഘമായി അനന്തമായി നോക്കുമ്പോൾ കണ്ണെത്താ ദൂരത്തൊക്കെ വെള്ളമാണ്. ഇനി നമ്മുടെ കിണർ മാത്രം വേറെയാണോ? ഇല്ല. എന്നാൽ ഒരാഴ്ച മുമ്പ് കിണറിൽ കൊണ്ടിട്ടിരുന്ന കലാസൃഷ്ടിയില്ലേ, ആ കടലാസു തോണി, വെള്ളം ഉയരുന്നതിനനുസരിച്ച് അത് പൊന്തി ഉയർന്നു വന്നു. വെള്ളത്തിൻ്റെ ഒഴുക്കിനനുസരിച്ച് അത് ഒഴുകി 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 ആരുടെയും പ്രത്യേകമായ പ്രയത്നം കൂടാതെ ചെറുവറ്റ പുഴയിലൂടെ ഒഴുകി അറബിക്കടലിൻ്റെ തീരത്തണഞ്ഞു. ഇനി വേണമെങ്കിൽ ആ കളിത്തോണി നീങ്ങി നീങ്ങി അറബിക്കടലും കടന്ന് അലക്സാണ്ട്രിയൻ തീരത്തും അതുവഴി നൈൽ നദിയിലൂടെ പോയി വേണമെങ്കിൽ ദസൂക്കിലെ മുറ്റത്തും ഈ കളിത്തോണി എത്താൻ ഒരേ നിരപ്പിലേക്ക് എത്തിക്കഴിഞ്ഞു. ഈ ഒഴുക്ക്, ഈ പ്രവാഹം, നമ്മുടെ കളിത്തോണികൾ മറഞ്ഞ് നീങ്ങി ഉയർന്ന് വളർന്ന് പറന്നു പോകണം ഈശ്വര സവിധത്തിലേക്ക്. അതിന് ഭൂമിയിലെ കൊച്ചു ഇടം അന്വേഷിക്കുന്നവരാണ് സ്വാഭാവികമായും ആലോചന കുറഞ്ഞവർ. അതുകൊണ്ട് ഖൽബുൽ മുഅ്മിനി അർശുല്ലാഹ്, ഈ നിറവാർന്ന അവസ്ഥയിലെത്തുമ്പോൾ ഖൽബുൽ മുഅ്മിനി അർശുല്ലാഹ്. ചിലതൊന്നും പറഞ്ഞുകൂടാ, അത് മനസ്സിലാക്കേണ്ടതാണ്. നല്ല ഒരു ഗുരുവിൻ്റെ ജ്ഞാന സമ്പർക്കത്തിലൂടെ അടുത്തറിയുമ്പോൾ എല്ലാം മനസ്സിലാകും. അതേ, കിണറിൻ്റെ താഴ്ഭാഗത്തുണ്ടായിരുന്ന ശുദ്ധജലം നിരപ്പുയർന്നു, നിലവാരം വളർന്നു. ഫഇല്ലം തകുൻ, ഈ അവസ്ഥ പ്രാപിച്ചപ്പോൾ തറാഹു, നീ അവനെ കാണുക തന്നെ ചെയ്യും. ഇതാണ് ഐനുൽ മുഷാഹിദ്, മുഷാഹദയിലെത്തിയവൻ്റെ ദൃഷ്ടി. എവിടെ നോക്കിയാലും സർവവ്യാപിയായ
ആ ലോക മഹാപരിപാലകനായ പ്രപഞ്ചത്തിൻ്റെ ഉടയവനായ അള്ളാഹുവിനെ അവൻ്റെ ഖുദ്റത്തിലൂടെയാണ് നമുക്ക് കാണാൻ കഴിയുക. മദ്ഹറുൽ ഹഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം, യാ മദ്ഹറൽ ഹഖ് യാ റിദ്വാന ബാരിഇന സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് കിണറിൽ പോയെങ്കിലേ വെള്ളം ലഭിക്കൂ എന്നൊന്നുമില്ല. ആ ശുദ്ധജലം നമ്മൾ കിടക്കുന്ന ബെഡിൻ്റെ അടുത്തൊക്കെ എത്തിയിരിക്കുന്നു. ഇപ്പോഴും കിണറിലെ വെള്ളവും ഹിറാമിലെ വീട്ടിൻ്റെ മുറ്റത്തും കട്ടിലിൻ്റെ ബെഡിൻ്റെ താഴെയും അതേ വെള്ളം ഇന്ന് ഒരു കൈ കൊണ്ട് കോരിയെടുക്കാൻ പറ്റുന്ന പാകത്തിൽ ഉയർന്നിരിക്കുന്നു ഇന്നത്തെ തീയതിയിൽ. ഈശ്വരീയമായ ആ അതിമഹത്തായ വെള്ളമുണ്ടല്ലോ, വകാന അർശുഹു അലൽ മാ. പരിഭാഷക്കാരൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ അർശ്, അവൻ്റെ അർശ് വെള്ളത്തിന്മേലായിരുന്നു എന്ന അർത്ഥം വയ്ക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഏത് വെള്ളവും കടലിലെ വെള്ളത്തെക്കാളും വലുതില്ലല്ലോ. എന്നാൽ അർശ് ഭൂമിയേക്കാളും വലുതല്ലേ, ആകാശത്തെക്കാളും വലുതല്ലേ. പിന്നെ ഏത് വെള്ളത്തുമ്മലാണ് അള്ളാഹുവിൻ്റെ അർശ് കൊണ്ടുവയ്ക്കുക? അവിടെയൊക്കെ അർശ് തിരിച്ചറിയണം. ഖൽബുൽ മുഅ്മിനി അർശുല്ലാഹ് വകാന അർശുഹു അലൽ മാ. അവിടെ അൽ മാ വെള്ളം എന്ന രീതിയിൽ കാണുന്നതിനു പകരം ഇലാഹിയായ ഖുദ്റത്തിൻ്റെ ആത്മാവ്, റൂഹ്. അതെ, യസ്അലൂനക അനി റൂഹ് ഖുൽ റൂഹു മിൻ അംരി റബ്ബി. അതെ, വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല. അൽ ഇൽമിൽ നിന്നും വളരെ കുറച്ച് മാത്രമേ നിങ്ങൾക്ക് സമ്മാനിക്കപ്പെട്ടിട്ടുള്ളൂ, എനിക്ക് എന്നല്ല. അതരവായ റസൂലുള്ളാഹി ഇത് പ്രഖ്യാപിക്കുമ്പോൾ തിരുനബിക്ക് നൽകപ്പെട്ടിട്ടില്ല എന്ന് ഖുർആൻ പറയുന്നില്ല. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലൻ. അൽ ഇൽമിൽ നിന്ന് വളരെ കുറച്ച് മാത്രമേ നിങ്ങൾക്ക് സമ്മാനിക്കപ്പെട്ടിട്ടുള്ളൂ. അതുക്കും മേലെ എമ്പാടും നൽകപ്പെട്ടിട്ടുള്ളവർ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇരിക്കട്ടെ, അപ്പോൾ കിണറിലെ വെള്ളം നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി ബെഡിൻ്റെ താഴെയും ബെഡിനോടടുത്തും കൈകൊണ്ട് കോരിയെടുക്കാൻ പറ്റുന്ന പരുവത്തിലാണ് ഇന്നത്തെ ജലാവസ്ഥ. അത് നമ്മുടെ ഖൽബിൻ്റെയും റൂഹിൻ്റെയും ഒക്കെ അവസ്ഥ ആധ്യാത്മികമായി അങ്ങനെ പ്രാപിക്കാൻ കഴിഞ്ഞാൽ ലാ മൗജൂദ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇലാഹി അൻത മഖ്സൂദി വറിളാക മത്ലൂബി, അല്ലാഹുമ്മ ആമീൻ, അല്ലാഹുമ്മ ആമീൻ, കുല്ലുൻ മുയസ്സറുൻ ലിമാ ഖുലിഖ ലഹു, അല്ലാഹുമ്മ അരിനൽ അശ്യാഅ കമാ ഹിയ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് വസല്ലിം തസ്ലീമൻ കസീറ.